കണ്ണടയ്ക്കുമ്പോ ട്രാക്ടർ കയറുന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുണ്ടാവും. എന്നിട്ട് എനിക്ക് പേടിയാവുക, നീ കണ്ണു തുറക്കുമ്പോ ആ സിറ്റുവേഷനിലേക്ക് പോകുമെന്ന്. ജൂൺ 17-ാം തീയതിയാണ് കോഴിക്കോട് കുന്നമംഗലം സ്വദേശിയായ സാനി കൃഷ്ണ ബാംഗ്ലൂരിൽ നിന്ന് തന്റെ ജോലി സ്ഥലത്തേക്ക് പോകാൻ റാപ്പിഡോടെ ബൈക്ക് ടാക്സി ബുക്ക് ചെയ്യുന്നത്. അത് ബുക്ക് ചെയ്യുമ്പോൾ അവരുടെ മനസ്സിലുണ്ടായിരുന്ന ധൈര്യമുണ്ട്, ഈ ആപ്പ് സ്ത്രീയായ എനിക്ക് പൂർണ്ണ സംരക്ഷണം തരും എന്നുള്ളത്. പക്ഷെ അവരൊരിക്കലും ചിന്തിച്ചിരുന്നില്ല താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ജോലി സ്ഥലത്തേക്ക് പോകുന്നതിന് ഇടയ്ക്ക് വെച്ചിട്ട് അവർക്കൊരു വലിയ അപകടം അന്നേ ദിവസം സംഭവിക്കുമെന്ന്. ഇതുപോലുള്ള സംഭവങ്ങൾ കാണുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിൽ പേടിയാണ്. അല്ല, ഇത് അവർ വരുത്തി വെച്ച അപകടമാണ്. ഈ റാപ്പിഡോ എന്ന് പറയുന്ന കമ്പനിയല്ലേ ഈ ഡ്രൈവറെ നിയമിച്ചിരിക്കുന്നത്. നിങ്ങൾ കൃത്യമായിട്ട് വെരിഫൈ ചെയ്ത് നല്ലൊരു ഡ്രൈവറാണെന്ന് ഉറപ്പ് വരുത്തിയിട്ടല്ലേ ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഇറക്കി വിടേണ്ടത്. റാപ്പിഡോ എന്ന് പറയുന്ന ആപ്പില് ഒരു ഡ്രൈവറായിട്ട് നമുക്ക് ഓൺ ബോർഡ് ചെയ്യാൻ വെറും 5 മിനിറ്റ് മതി. ഈ അപകടംപ്പെട്ട സാനി കൃഷ്ണ എന്ന് പറഞ്ഞ പെൺകുട്ടിയും ആ പെൺകുട്ടിയുടെ ഫാമിലിയും സുഹൃത്തുക്കളും എല്ലാം റാപ്പിഡോ ആയിട്ട് കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷെ അവരുടെ ഭാഗത്തുനിന്ന് ഒരു റെസ്പോൺസും ഇല്ല. ജസ്റ്റ് വെറുതെ ഒന്ന് ഒരു എൻക്വയറി നടത്തിയതുപോലെ സംസാരിച്ചു, അവർ കയ്യം കൊഴിഞ്ഞു. അവരുടെ ഭാഗത്തുനിന്ന് വന്ന മറുപടി, ഇതാ ഡ്രൈവർ വരുത്തി വെച്ച അപകടമാണ്, ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒന്നും ചെയ്യാൻ സാധിക്കില്ല, നിങ്ങൾക്ക് ഇൻഷുറൻസ് അല്ലാതെ. നിനക്കൊക്കെ ഉളുപ്പുണ്ടോടാ? ഇങ്ങനെ ഒരു കമ്പനി തുടങ്ങി ജനങ്ങളെ കൊല്ലാൻ നടക്കാൻ നിനക്കൊക്കെ ഉളുപ്പുണ്ടോ? 2 ചക്രമേ ഉള്ളൂ അതിന്. ആ 2 ചക്രം വെച്ചിട്ട് നീയൊക്കെ ഈ റോഡിൽ കിടന്ന് കാണിക്കുന്ന ഈ പരിപാടി ഉണ്ടല്ലോ, അതിന്റെ വരും ഭവിഷ്യത്തുകളൊക്കെ അനുഭവിക്കാൻ പോകുന്നത് ഇതുപോലുള്ള സാധാരണക്കാരായ മനുഷ്യന്മാരാണ്. അന്ന് ആക്സിഡന്റ് നടക്കുന്നതിന് മുന്നേ ബൈക്കിൽ ഇരുന്നു കൊണ്ട് സാനി കൃഷ്ണ ഡ്രൈവറോട് പറഞ്ഞിരുന്നു, പതുക്കെ പോണം, കുറച്ചൊന്ന് സ്ലോ ആയിട്ട് പോണം. അയാൾ കേട്ടില്ല. അയാൾ അതേ സ്പീഡിൽ തന്നെ തുടർന്നു. തൊട്ടു മുമ്പിൽ കണ്ട ട്രാക്ടറെ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. എന്താ സംഭവിച്ചത്? ബൈക്ക് സ്കിഡായി. എന്നിട്ട് ആരാ ട്രാക്ടറിന്റെ അടിയിലേക്ക് പോയത്? ആ ഡ്രൈവറാണോ? അല്ല. അയാളെ വിശ്വസിച്ച ബൈക്കിലേക്ക് കയറി ആ പാവം പെൺകുട്ടിയാണ് ആ ട്രാക്ടറിന്റെ അടിയിലേക്ക് കയറി. ട്രാക്ടറിന്റെ ബാക്കിലെ വലതുവശത്തെ ആ വീല് അവളുടെ ശരീരത്തിലൂടെ കയറി ഇറങ്ങി. അവളുടെ ഡിസ്ക് പൊട്ടി, 9 വാരിയെല്ലുകൾ പൊട്ടി, തോളെല്ല് പൊട്ടി, കരൾ, വൃക്ക എന്നീ അവയവങ്ങൾക്ക് ഗുരുതരമായ പരിക്കുകളുണ്ട്. അവളുടെ ചുണ്ട് മുറിഞ്ഞു, മുമ്പിലത്തെ പല്ല് പോയി. ഒരാളുടെ സഹായം ഇല്ലാതെ എഴുന്നേറ്റ് നടക്കാൻ പോലും കഴിയാതെ കഴിഞ്ഞ 3 മാസമായിട്ട് ആ പെൺകുട്ടി നരകിക്കുകയാണ്.